ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രണിതാസ് അടുക്കള. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. കുറ്റിപ്പാത്രമില്ലാതെ നമ്മൾ ഒരു പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നേന്ത്രപ്പഴക്കുറ്റി. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പഴത്തിനെ എടുത്തിട്ട് നമുക്ക് മേൽ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മെല്ലെ പഴത്തിനെ ഒന്ന് വെളിയിലെടുക്കാം. കുറച്ചുകൂടെ എടുക്കാം, പഴം വെളിയിൽ വരണം. പിന്നെ പഴത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. പഴം വേസ്റ്റ് ആവുമൊന്നുമില്ല, നമുക്ക് അത് വെച്ചൊരു ഷേക്ക് അടിക്കാം. അടുത്ത പഴത്തിന് നമുക്ക് അതേമാതിരി ഒന്ന് മേൽഭാഗം കട്ട് ചെയ്യാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ വരും, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൂടെ ഒന്ന് ഉള്ളിൽ നിന്നെല്ലാം പഴത്തിന് വെളിയിലെടുത്തെടുക്കാം. ഉള്ളിലുള്ള പഴമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കാം. അരിപ്പൊടി കുറച്ച്, പുട്ടുപൊടിയൊന്നുമല്ല, ഇത് വീട്ടിൽ അരച്ച പൊടിയാണ്. ആവശ്യത്തിന് 2 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ്. നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത മാവിന് നമുക്ക് പഴത്തിൻ്റെ ഉള്ളിലേക്ക് 2 സ്പൂണ് കുറച്ചായിട്ടിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ, തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഉള്ളിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാവിട്ട് കൊടുക്കാം. നമ്മൾ കുറ്റി പൊട്ടിച്ചേണ അതേ രീതിയാണ്. നമ്മുടെ പഴക്കുറ്റി നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിനെ ഒന്ന് നല്ലോണം അടച്ചു കൊടുക്കാം. ഇതൊന്ന് ഇഡ്ഡലി ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ പഴക്കുറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലോണം ആറിയിട്ട് മാത്രം എടുക്കുക, അപ്പോഴേ സെറ്റ് ആവുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴക്കുറ്റി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഒരു കറിയുടെ ആവശ്യമില്ല, ആ പഴവും എല്ലാം ചേർന്നിട്ടുണ്ട്. ഒരു പപ്പടം മാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ആ പഴം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല, അതിനൊരു ഷേക്ക് കൂടെ അടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴക്കുറ്റിയും പഴ ഷേക്കും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണേ. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ പ്രണിതാസ് അടുക്കള. ടാറ്റാ, ബൈ ബൈ.